ഭക്ഷണം മനുഷ്യരുടെ ജന്മാവകാശമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ആ അവകാശം ഇന്ത്യയിലെ 75% ഗ്രാമീണ ജനങ്ങൾക്കും 50% നഗരവാസികൾക്കും അനുഭവവേദ്യമാകും. എന്നാൽ ഭക്ഷണം നമ്മുടെ ജന്മാവകാശമാണെന്നും ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഗുണഫലം നമുക്കും അവകാശപ്പെട്ടതാണെന്നും ഒക്കെ വിചാരിച്ച് വേഴാമ്പലിനെപ്പോലെ മാനത്തേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് ഭക്ഷ്യസുരക്ഷ എന്ന നമ്മുടെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുമോ? ലഭ്യമായ മണ്ണിലേക്കിറങ്ങി കൃഷി ചെയ്യുകയല്ലാതെ ഭക്ഷ്യസുരക്ഷയിലേക്ക് എത്താൻ മറ്റ് എളുപ്പവഴികളൊന്നുമില്ല. മണ്ണിന്റെ വിളി കേൾക്കാനുള്ള മനസ്സും മണ്ണിൽ വിയർപ്പൊഴുക്കി പണിയെടുക്കാനുള്ള ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷ എന്ന നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള പടവുകൾ നമുക്ക് ഒന്നൊന്നായി ചവിട്ടിക്കയറാനാകും. അങ്ങനെ പൊള്ളുന്ന വിലയുള്ള വിഷമയമായ പച്ചക്കറികൾക്കായി അന്യ സംസ്ഥാനങ്ങളെ നമുക്ക് മേലിൽ ആശ്രയിക്കാതിരിക്കാനുമാവും. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വകഭൂമിയിൽ കുറ്റിച്ചൽ കർഷക സംഘം കൃഷിയിറക്കി വൻപിച്ച വിജയം കൊയ്യുന്നത് നേരിൽ കണ്ടതാണ് കുറ്റിച്ചൽ പഞ്ചായത്തിൽ തന്നെ ഉൾപ്പെട്ട കോട്ടൂരിലെ കർഷകർക്ക് പ്രചോദനമായത്. പിന്നെ അവർ ആലോചിച്ച് സമയം കളഞ്ഞില്ല. കോട്ടൂരിലെ ഒരു യഥാർത്ഥ കർഷകനായ മൊയ്തീൻ കുഞ്ഞിന്റെ നേതൃത്വത്തിൽ 15 കർഷകർ അടങ്ങുന്ന കോട്ടൂർ കർഷക സംഘം എന്ന പേരിൽ ഒരു കർഷക കൂട്ടായ്മയുണ്ടാക്കി. ഞങ്ങൾ ഇതിൽ 2 പേര് കാർഷിക വികസന സമിതി അംഗങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കാർഷിക വികസന സമിതിയിൽ പങ്കെടുക്കുമ്പോൾ കൃഷി ഓഫീസറും ഒക്കെ പറഞ്ഞതിൻ്റെ രീതിയിൽ ഇങ്ങനെ ഒരു കൃഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ അതിനു മുമ്പുള്ള പ്രചോദനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കൃഷിത്തോട്ടങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിക്കുകയും നമ്മൾ പരുത്തിപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലെ ഞങ്ങളൊക്കെ അവിടെ നിത്യ സന്ദർശകരും ഒക്കെ ആയിരുന്നു. അതിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടും പിന്നെ പ്രചോദനം കൊണ്ടാണ് ഞങ്ങൾ 12 അംഗ കൂട്ടായ്മയോടുകൂടി ഞങ്ങളിത് തുടങ്ങാൻ കാരണം. സംഘാംഗങ്ങളിൽ പകുതിയിലേറെ സ്ത്രീകളാണ്. ഇവരിൽ ഭൂരിപക്ഷവും യഥാർത്ഥ കർഷകരും ശേഷിക്കുന്നവർ കർഷക തൊഴിലാളികളുമാണ്. അങ്ങനെയാണ് കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ പരിപൂർണ പിന്തുണയോടെ കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ 1.5 ഏക്കർ ഭൂമി കോട്ടൂർ കർഷക സംഘം കൃഷിക്കായി ഏറ്റെടുക്കുന്നത്. കോട്ടൂർ കർഷക സംഘമാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. ഞങ്ങളിത് തിരഞ്ഞെടുത്തത് ഞങ്ങളെ ഒരു കർഷകൻ, അതായത് ജ്ഞാനദാസ്, അദ്ദേഹം സർക്കാർ ഭൂമിയെല്ലാം ഇതേപോലെ തരിശായി കിടക്കുന്നത് കൃഷി ചെയ്യുന്നത് കണ്ട് അത് കുറ്റിച്ച കർഷക സംഘം കുറ്റിച്ച ആശുപത്രി നടയിൽ ഇതേപോലെ ചെയ്യുന്നത് കണ്ടിട്ട് പുള്ളി ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിലെ പുറകുവശത്ത് തരിശായിട്ട് കിടക്കുന്ന ഭൂമിയെല്ലാം പച്ചക്കറി കൃഷി ചെയ്താൽ നാടിനും നല്ലതാണ് എന്ന് കണ്ടിട്ടാണ് ഈ സംഘം ഞങ്ങളിവിടെ രൂപീകരിച്ചത്. ഇതിൻ്റെ പഞ്ചായത്ത് തലത്തിലും കൃഷിഭവൻ മുഖേനയും ഞങ്ങൾക്ക് ധനസഹായങ്ങൾ നൽകുകയും അതിനുള്ള പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രമോദ് സാറ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത എന്നുള്ളത് കേരളത്തിൽ നിന്ന് ഒരു പ്രതീക്ഷയ്ക്കപ്പുറം ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് കൃഷി വകുപ്പ് മുന്നേറുന്നത്. ഇതിൻ്റെ ലക്ഷ്യത്തിന് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 2012-13 കൃഷി വകുപ്പ് സംസ്ഥാന പച്ചക്കറി വികസന പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. ഇത് വിവിധ ഇനങ്ങളിലായി വിവിധ തരത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെ കുട്ടികൾക്കും അവരുടെ വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടി എല്ലാ കുട്ടികൾക്കും ഓരോ പച്ചക്കറി പാക്കറ്റ് വീതം നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും നമ്മൾ വിതരണം ചെയ്തു. അതുകൂടാതെ തന്നെ എല്ലാ തിരഞ്ഞെടുത്ത സ്കൂളുകളിലും എല്ലാ പഞ്ചായത്തിലും തിരഞ്ഞെടുത്ത 2-3 സ്കൂളുകളിൽ 10 സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി തോട്ടം സ്ഥാപിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതിനെല്ലാം സാങ്കേതിക സഹായം കൃഷി വകുപ്പ് മുഖേന നൽകുന്നുണ്ട്. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ കൃത്യമായി അവരുടെ സ്ഥലങ്ങളും സന്ദർശിക്കുകയും അതുപോലെ തോട്ടങ്ങൾ സന്ദർശിക്കുകയും വേണ്ട സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ പദ്ധതി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ തരിശു നിലങ്ങൾ പച്ചക്കറി കൃഷിയിലേക്ക് മാറ്റുന്ന കർഷകർക്ക് അവരുടെ ഈ തരിശു നിലം കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ചിലവ് ഉൾപ്പെടെ ഒരു ഹെക്ടറിന് 30,000 രൂപ വീതം ധനസഹായം നൽകിക്കൊണ്ട് ഒരു പദ്ധതി ഈ പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി തന്നെ നടപ്പിലാക്കുന്നു. ഇങ്ങനെ വിവിധ പദ്ധതികളിലൂടെ കർഷകരുടെ വീട്ടുമുറ്റത്തും കൃഷിസ്ഥലത്തും കുട്ടികൾക്ക് പച്ചക്കറി കൃഷിയിൽ താല്പര്യം വരുന്നതിനും എല്ലാം വിവിധ തരത്തിലാണ് ഈ പച്ചക്കറി കൃഷി വിഭാവന ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതിപ്പോൾ 2ാമത്തെ വർഷമാണ് 2013-14 വർഷത്തിൽ നടപ്പിലാക്കിയത്. ഈ പറഞ്ഞ ഇനങ്ങൾക്കെല്ലാം ഉപരി വളരെ നൂതനമായ ആശയമാണ് ഈ പച്ചക്കറി കൃഷി പദ്ധതിയിൽ കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കിയത്. അതായത് സർക്കാർ
സ്വകാര്യ സ്ഥലങ്ങളിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെ പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു നൂതന ആശയം. ആ പദ്ധതി അനുസരിച്ച് ഇത്തരം സ്ഥലങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ അനുമതിയോടുകൂടി പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ പച്ചക്കറി കൃഷി ചെയ്യുന്നതിൻ്റെ ചിലവ് പൂർണ്ണമായും സർക്കാർ നൽകുന്ന ഒരു സംവിധാനമാണ് ഇത്. അതാത് പഞ്ചായത്തിൽ അനുയോജ്യമായ കൃഷിസ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ കർഷക ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ സർക്കാർ ഇതര സംഘടനകൾ, അതായത് NGOമാർക്കോ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാവുന്നതാണ്. സ്വകാര്യ സ്ഥലങ്ങളും സർക്കാർ സ്ഥലങ്ങളും, അതായത് വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററോ ആയുർവേദ സെൻ്ററുകളോ ഇതിൻ്റെയൊക്കെ പരിസരത്ത് പാഴായി കിടക്കുന്ന സ്ഥലങ്ങൾ കുറഞ്ഞത് 50 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അത് അതാത് കൺസേൺഡ് അധികാരിയുടെ അനുമതിയോടുകൂടി പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിയോടുകൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാവുന്നതാണ്. ഒരിക്കൽ കാടുകയറി കിടന്ന ഈ ഭൂമി ഇങ്ങനെ കൃഷിയോഗ്യമാക്കാൻ കോട്ടൂർ കർഷക സംഘത്തിലെ കർഷകർക്ക് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വന്നു. മുൻപ് എന്നെങ്കിലും ഇവിടെ കൃഷി ചെയ്തിരുന്നതായി ഇവിടുത്തെ പ്രായം ചെന്നവർക്ക് പോലും കേട്ടുകേൾവിയില്ല. സർക്കാർ ഭൂമികൾ കൃഷിയിറക്കുക എന്നുള്ള പദ്ധതിയുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ തന്നെ കുറ്റിച്ചൽ പോലെ തന്നെ വൻ കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു ഈ കോട്ടൂർ ആയുർദേശ പരിസരം. വളരെ കഷ്ടപ്പെട്ട് കർഷക കൂട്ടായ്മ ഈ മുഴുവൻ കാടുകളും മാറ്റി വളരെ ഫലപ്രദമായി തന്നെ വളരെ മനോഹരമായി തന്നെ കൃഷി, വളരെ വിഷമില്ലാത്ത ജൈവ കൃഷി കൊണ്ട് ഇന്ന് സമ്പന്നമായിരിക്കുകയാണ്. ഇത് കേരളത്തിനാകെ മാതൃകയാകണം. കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും സദാ വിഹരിക്കുന്ന ഈ സ്ഥലത്തേക്ക് പകൽ പോലും ആളുകൾ വരുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ കർഷകർ ഇങ്ങനെ കൃഷിയോഗ്യമാക്കിയിരിക്കുന്നത്. 2013 ഒക്ടോബർ ആദ്യവാരത്തിൽ തന്നെ തങ്ങൾ ഒരുക്കിയെടുത്ത മണ്ണിൽ കർഷകർ വിത്തുകളിട്ടു. അവ മുളയ്ക്കുന്നതും കാത്തിരിക്കവെയാണ് വന്യമൃഗങ്ങളുടെ ശല്യം കൃഷിക്ക് പ്രശ്നമാവുമെന്ന് കർഷകർ തിരിച്ചറിയുന്നത്. എന്നാൽ തോറ്റുകൊടുക്കാൻ കോട്ടൂരിലെ കർഷകർക്ക് മനസ്സില്ലായിരുന്നു. ഒടുവിൽ കൃഷിയിടങ്ങളിൽ നിന്ന് മൃഗങ്ങളെ ഓടിക്കാനായി കർഷകർ തന്നെ കണ്ടെത്തിയ സംവിധാനമാണിത്. കാറ്റടിച്ച് ഈ കുപ്പികൾ തമ്മിൽ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാകുമ്പോൾ വന്യമൃഗങ്ങൾ വഴിമാറിപ്പോകാൻ തുടങ്ങിയത് കർഷകർക്ക് ഏറെ ആശ്വാസമായി. കോട്ടൂർ കർഷക സംഘത്തിന്റെ ഈ കൃഷിയിടത്തിലെ കൃഷിജോലികൾ സംഘാംഗങ്ങൾ തന്നെ സ്വമനസാലെ പങ്കിട്ടെടുക്കുന്നു. തുടക്കത്തിൽ സംഘാംഗങ്ങൾ തന്നെ തങ്ങൾക്കാവും വിധമുള്ള തുകകൾ വീതിച്ചെടുത്താണ് കൃഷിച്ചെലവുകൾ നടത്തിയിരുന്നത്. എന്നാൽ കൃഷി മുന്നോട്ടു പോയി ചിലവുകൾ വർദ്ധിച്ചപ്പോൾ സംഘം പ്രസിഡന്റ് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് നല്ലൊരു തുക മുടക്കി. സംഘാംഗങ്ങൾക്ക് ഇത് ഏറെ ആശ്വാസപ്രദമായിരുന്നു. ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏകദേശം 1.5 ഏക്കർ വരെ വരുന്ന ഭൂമി കൃഷിക്കായി തരണമെന്ന് പഞ്ചായത്തിൽ റിക്വസ്റ്റ് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഒന്നടങ്കം ഒരേ അഭിപ്രായത്തോടു കൂടി എടുത്ത് അവർക്ക് സൗജന്യമായി തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി വിട്ടുകൊടുക്കുകയായിരുന്നു. ഇതിലൂടെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഒരു പ്രാദേശികമായ എങ്കിലും നല്ല പച്ചക്കറികൾ സമർത്ഥമായി ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിലൂടെ തന്നെ മറ്റുള്ളവർക്ക് ഇതൊരു ഇൻസ്പിറേഷനായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ പ്രദേശത്ത് തന്നെയും 5-10 സെൻറ്റായിട്ട് പോലും തരിശായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് വേണം, കാരണം നമുക്ക് ഇവിടെ ഇപ്പോൾ തുടങ്ങുന്നതിനുള്ള ഒന്നാമത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ കർഷക വികസന സമിതിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കുറ്റിച്ചൽ PHSയുടെ സ്ഥലത്ത് നമ്മൾ ഇതേണൊക്കെ കൃഷി ചെയ്തു. അവിടെ വളരെ നല്ല വിളവെടുപ്പ് നടക്കുകയുണ്ടായി. അതിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും ആ സംഘത്തിന് ലഭിക്കുകയുണ്ടായി. അതിൽ നിന്നെല്ലാം ഉള്ള ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് കൃഷിക്കായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 100% വിജയം ആവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂത്തുലഞ്ഞ് സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ നിറവോടെ അടർത്തിയെടുക്കാൻ പാകത്തിന് വിളഞ്ഞു നിൽക്കുന്ന വിവിധ ഇനം പച്ചക്കറികൾ പരത്തുന്ന ഈ പ്രകാശം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു. മണ്ണിന്റെയും അധ്വാനത്തിന്റെയും ഹൃദയസംഗീതത്തിന് ഈ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നമുക്ക് കാതോർക്കാം.
കൃഷി ചെയ്യാനുള്ള ആഗ്രഹവും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള മനസ്സും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ സ്വന്തമായി ഭൂമിയില്ലാത്തവർക്കും ഇങ്ങനെ സർക്കാർ ഭൂമികളിൽ കൃഷി ചെയ്ത് മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കാം എന്ന് കോട്ടൂരിലെ ഈ കർഷക സംഘം അവരുടെ വിജയഗാഥയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന പച്ചക്കറിക്ക് ആശ്രയിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഒരുപാട് മാറിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് നമ്മുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശങ്ങൾ നൽകുകയും വിഷവിമുക്തമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാൻ അവരെ നിർദ്ദേശിക്കുകയും സമയാസമയങ്ങളിൽ അവർ കൃഷിപ്പാടങ്ങളിൽ ചെന്ന് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ തരിശു ഭൂമിയായി കിടക്കുന്ന പല സ്ഥലങ്ങളും മാതൃകയാക്കാനായിട്ട് ഇങ്ങനെ ഈ സംരംഭം കൃഷിവകുപ്പിൻ്റെ ഈ സംരംഭം ഉപകരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. ഈ പദ്ധതിയിൽ കൃഷിവകുപ്പ് ഒരു പ്രോജക്റ്റ് അടിസ്ഥാനത്തിലാണ് ഇതിനുള്ള ധനസഹായം കൊടുക്കുന്നത്. പൂർണ്ണമായും ധനസഹായം പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 100% ധനസഹായമാണ് കൃഷിവകുപ്പ് കൊടുക്കുന്നത്. ഈ കോട്ടൂർ കർഷക സംഘത്തിന് ഇവിടെ 1.5 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നതിന് വിത്ത് മുതൽ വിപണി വരെ ജലസേന സൗകര്യം ഉൾപ്പെടെ 66,000 രൂപയാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടി സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ആദ്യ ഗഡു ഞങ്ങൾ നൽകി കഴിഞ്ഞു. അടുത്ത ഗഡു ഈ ഹാർവസ്റ്റ് പൂർത്തിയാകുന്നതോടുകൂടി നൽകുകയാണ്. ഇങ്ങനെ പദ്ധതികൾ വരുന്നതോടുകൂടി എൻ്റെ അഭിപ്രായത്തിൽ കൃഷിവകുപ്പ് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജനങ്ങൾക്ക് കൂടുതൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുമായിട്ട് അടുപ്പം ഉണ്ടാകുകയും കൂടുതൽ അവർ അപ്രോച്ചബിൾ ആകുകയും, അതായത് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ മുമ്പ് നമ്മളെ കാഴ്ചപ്പാട് പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമല്ല. കർഷകർക്ക് ഏത് സമയം ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. ഏത് കാര്യങ്ങൾക്കും അവർക്ക് നേരിട്ട് നമ്മളുമായിട്ട് സംസാരിക്കാനും നമ്മളുമായിട്ടുള്ള കാര്യങ്ങൾ ഓഫീസ് കാര്യമായാലും അവരുടെ കാർഷിക കാര്യമായാലും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പറ്റം ഉദ്യോഗസ്ഥരാണ് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു തെളിവാണ് ഈ പദ്ധതി. ഞാൻ കുറ്റിച്ചൽ കർഷക സംഘത്തിലെ ഒരു അംഗമാണ്. കഴിഞ്ഞ വർഷം പൊതുസ്ഥലങ്ങളിലെ കൃഷി പദ്ധതി ആയിട്ട് സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറ്റിച്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കൃഷി ചെയ്യുകയുണ്ടായി. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഈ കൃഷി കോട്ടൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി പരിസരത്ത് ഈ കൃഷി കൊണ്ടുവന്നതും അത് നടപ്പിലാക്കിയതും അത് വളരെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്കതിനൊരു ഭാഗം ആകാൻ അവർക്കൊരു പ്രചോദനം കൊടുക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് ഞാൻ അല്ലാതെയും മറ്റ് സ്ഥലങ്ങളിലും പച്ചക്കറി കൃഷി ധാരാളമായിട്ട് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഇന്ന് നമ്മുടെ നാട്ടിൽ പച്ചക്കറി കൃഷി ആൾക്കാർ ഉപേക്ഷിക്കുന്നതിനുള്ള കാരണം ഇന്നത്തെ അമിതമായ ലേബർ ജോലിക്കൂലി. ഒരു 10 സെൻറ്റ് ഉദാഹരണത്തിന് ഒരു 10 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ വെണ്ടയും കത്തിരി അങ്ങനെയുള്ള സാധനങ്ങൾ നടുകയാണെങ്കിൽ ആ സ്ഥലം മൊത്തം കളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ഏകദേശം 5-6 പേരുടെ ലേബർ ആവും. ഏകദേശം 3000 രൂപയോളം ജോലിക്കൂലിയാവും. എന്നാൽ അതിന് ഒരു വെണ്ടയ്ക്ക് എന്തുമാത്രം സ്ഥലത്ത് വേരോടും. അതിനുവേണ്ടി മാത്രം നമ്മൾ ആ സ്ഥലത്ത് എത്ര എടുക്കുന്നു അത്രയും സ്ഥലത്തേക്ക് മാത്രമുള്ള കുഴിയെടുത്ത് മണ്ണിളക്കി അവിടെ അത് നടുകയും അതിൽ ആവശ്യത്തിനുള്ള വളം നമ്മളിപ്പോൾ ജൈവവളമാണ് ചെയ്യുന്ന എല്ലാ ദിവസവും ഒരു 10 ദിവസത്തേക്ക് ഒന്നിച്ച് കൊടുക്കാതെ എല്ലാ ദിവസവും ഒരു അൽപ്പച്ച വളം ഒരു 10 ഗ്രാം വീതം എല്ലാ ദിവസവും ഇടുകയും അതിൽ ആ നനയ്ക്കുന്നത് വളരെ കുറച്ച് മാത്രം നനച്ച് ആ വളത്തിൻ്റെ അംശം ഇതിൻ്റെ വേര് പടലം എത്തുന്നതിനേക്കാൾ അടിയിലേക്ക് പോകാതെ അതിന് തന്നെ കിട്ടുന്ന രീതിയിൽ പരിമിതമായിട്ട് നനയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഒരു 80% നമുക്ക് മുമ്പ് ചെയ്തുകൊണ്ട് സാധാരണ ചെയ്യുന്നതിനേക്കാൾ ലാഭിക്കാൻ കഴിയും. 80% പൈസ ലാഭിക്കാൻ കഴിയും. അങ്ങനെ ഒരു രീതി എല്ലാവരും മനസ്സിലാക്കുകയും അതിലോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ പച്ചക്കറി കൃഷി മറ്റേതിനേക്കാളും ലാഭകരവും നമുക്ക് പൂർണ്ണമായിട്ടും സംതൃപ്തിയും ആരോഗ്യവും ഉണ്ടാക്കാൻ ചെയ്യുവാനും കഴിയും. അത് ലാഭകരമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എല്ലാവരും സ്വീകരിക്കും. നമ്മുടെ നാട് ഭക്ഷ്യ സുരക്ഷയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കൃഷി ചെയ്യാറെങ്കിൽ ഇന്നതുവരെ ലാഭവിഹിതം ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ആർക്കും ഇന്നതുവരെ 10 പൈസയുടെ സഹായങ്ങളും ഇതിൽ ഉണ്ടായിട്ടില്ല. ആരും പരസ്പരം ഞങ്ങൾ കാശെടുത്താണ് ഇത്രയും നാൾ ഇപ്പം നിലവിൽ 70,000 രൂപ ആയിട്ടുണ്ട് ഞങ്ങൾ കൃഷിക്ക്. അപ്പോൾ ഈ പൈസ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിഭവൻ്റെ സബ്സിഡി ആയിട്ട് ഒരു 66,000 രൂപ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഇത് ചിലവായിട്ടുള്ള പൈസ മാറ്റിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഉള്ളതിനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീതിച്ചെടുക്കും. അതിനുശേഷം പിന്നെ ഈ കൃഷിയിൽ നിന്നുള്ള ആദായം അതെടുത്ത് ഞങ്ങളെല്ലാവരും 11 പേരായിട്ട് വീതിച്ചെടുക്കും. അങ്ങനെയല്ല. അതുമാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കാൻ സാധ്യത കുറവാണ് ഇതിൻ്റെ ലാഭം.
കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കറക്റ്റായിട്ട് ഞങ്ങൾ വന്ന് ഓരോരുത്തർ ജോലി ചെയ്യുന്ന അന്നോടൊന്ന് ജോലി ചെയ്യുന്ന സമയങ്ങൾ ഇത്ര മണിക്ക് വന്നു ഇത്ര മണിക്ക് തീർന്നു. അപ്പോൾ ഇത്ര മണിക്കൂർ, ഉദാഹരണം 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ എഴുതി വയ്ക്കും. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ ലാഭവിഹിതങ്ങൾ ഞങ്ങൾ പിന്നീട് തീരുമാനിക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായ രീതിയിൽ കമ്മിറ്റി കൂടി കമ്മിറ്റിയിൽ ഇതെല്ലാം അവതരിപ്പിച്ച് കൊണ്ട് മാത്രമേ ഞങ്ങളിത് പൈസ ലാഭം, അതായത് ഞങ്ങൾ കൃഷി ചെയ്തെടുക്കുന്ന ആദായം പങ്കുവയ്ക്കുകയുള്ളൂ. ഇപ്പോൾ പച്ചക്കറിയെ സംബന്ധിച്ച് നമ്മുടെ രാസകീടനാശിനിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദിവസവും കഴിക്കുന്ന ഒരു ആഹാരം എന്നുള്ള നിലയിൽ അപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണത്തിനായിട്ട് പയറിന് നമ്മൾ മുഞ്ഞയ്ക്കെതിരെ കറ്റാർ വാഴയുടെ ഒരു ചാറ് ഉപയോഗിച്ചുള്ള ഒരു പ്രയോഗം നടത്തിയുണ്ടായി. അത് വളരെ വിജയകരമായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സെക്രട്ടറിയുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത്, അത് വിജയകരമാണോ, അത് മറ്റു കർഷകർക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്? വളരെ വിജയമാണ്. ഞങ്ങൾ പയർ തുടക്കത്തിൽ തന്നെ ചെറിയ അണുക്കളെ കണ്ടപ്പോൾ നമ്മൾ മുഞ്ഞയ്ക്കെതിരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, നമ്മൾ ആദ്യത്തെ ആണ്. പക്ഷേ കർഷകർ 2-3 പേരും ഉണ്ട്. എന്നാൽ തന്നെ ഈ കറ്റാർ വാഴയുടെ ഉപയോഗം നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പക്ഷെ അത് നല്ല വിജയകരമായിരുന്നു. അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പയറിൻ്റെ ഒരു വിളവെടുപ്പ് നമുക്ക് എടുക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ പയറിന് മാത്രമല്ല മറ്റുള്ള പച്ചക്കറിക്കും ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ ഇത് തോന്നുന്നത്. അതെ, ശരി. പശ്ചിമഘട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ജൈവ മേഖലയാണ് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്ത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കേരളത്തിലെ 12 ജില്ലകളിലായി 123 ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 123 ഗ്രാമങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കുറ്റിച്ചൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മണ്ണൂർക്കര ഗ്രാമം. കോട്ടൂർ ആയുർവേദ ആശുപത്രി പരിസരത്ത് കൃഷി ചെയ്യുന്നതിനൊപ്പം പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം എന്ന വലിയ ഒരു ഉത്തരവാദിത്വവും കോട്ടൂർ കർഷക സംഘത്തിന്റെ ലക്ഷ്യമാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാസവളങ്ങളും മാരകമായ കീടനാശിനികളും ഉപയോഗിച്ച് മണ്ണും ഭൂമിയുടെ രക്തക്കുഴലുകളായ നീർച്ചാലുകളും വിഷമയമാക്കാൻ കോട്ടൂരിലെ കർഷകർ ഒരുക്കമല്ല. ഈ ലക്ഷ്യത്തിലേക്കുള്ള പരിശ്രമങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ മുഴുവൻ പിന്തുണയും കൃഷിവകുപ്പിന്റെ സഹായ സഹകരണങ്ങളും കോട്ടൂർ കർഷക സംഘത്തിനുണ്ട്. കേരളത്തിലെ കൃഷിക്ക് ഒരു തടസ്സമായി നാം പറയുന്ന പ്രധാന കാര്യം നമ്മുടെ കൃഷിയിടങ്ങളുടെ പരിമിതമായ ലഭ്യതയാണ്. കേരളത്തിലെ ശരാശരി കൃഷിയിടങ്ങളുടെ വിസ്തൃതി 0.24 ഹെക്ടർ മാത്രമാണ്. ഇവിടുത്തെ 50% കർഷകരും 1 ഹെക്ടറിൽ താഴെ മാത്രം കൃഷിഭൂമിയുള്ളവരാണ്. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം പേർക്കും 10 മുതൽ 20 സെന്റ് വരെ കൃഷിഭൂമി മാത്രമേ സ്വന്തമായുള്ളൂ. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ കാർഷിക മേഖലയെ വ്യത്യസ്തമാക്കുന്നത് കേരളത്തിലെ കർഷകരുടെ ഈ കൃഷിസ്ഥല പരിമിതിയാണ്. ഇങ്ങനെ കുറച്ച് കൃഷിഭൂമി മാത്രം സ്വന്തമായുള്ള കേരളത്തിലെ കർഷകർ തങ്ങളുടെ സൂക്ഷ്മ കൃഷിയിടങ്ങളിലെ കാർഷിക വൃത്തി കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ചിന്തിച്ച് കൃഷി ഉപേക്ഷിച്ച് കാലി വളർത്തൽ, കോഴി വളർത്തൽ പോലുള്ള മറ്റു മാർഗങ്ങളിലേക്ക് തിരിയുന്നു. എന്നാൽ കൃഷി ചെയ്യാൻ വേണ്ടത്ര ഭൂമിയില്ലെന്ന കാരണം പറഞ്ഞ് കൃഷിയോട് താൽപ്പര്യമുള്ള കേരളത്തിലെ കർഷകർക്ക് ഇനി കൃഷിയെ ഉപേക്ഷിക്കേണ്ടി വരില്ല. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിൽ നിലവിൽ ഉപയോഗമില്ലാത്തതും ഉടൻ ഉപയോഗിക്കാൻ നിർദ്ദേശമില്ലാത്തതുമായ ഭൂമി കൃഷിയിൽ താൽപ്പര്യമുള്ള കർഷക കൂട്ടായ്മകൾക്ക് കൃഷി ചെയ്യാനായി നൽകാനുള്ള ഒരു നൂതന പദ്ധതിക്ക് 2013-14 മുതൽ കേരളത്തിലെ കൃഷിവകുപ്പ് അതതു പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വിജയകരമായി നടപ്പാക്കി വരുന്നു. കൃഷി ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത കർഷകർക്ക് അത് കണ്ടെത്താൻ ഇന്ന് പ്രയാസമില്ല. കൃഷിഭൂമി കർഷകൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് മാത്രം. റവന്യൂ വകുപ്പ് അടുത്ത കാലത്ത് ആരംഭിച്ച ലാൻഡ് ബാങ്കിന്റെ വെബ്സൈറ്റ് ഇതിനായി കർഷകർക്ക് ഉപയോഗപ്പെടുത്താം. കേരളത്തിലെ മൊത്തം സർക്കാർ ഭൂമിയുടെ ഒരു സമ്പൂർണ്ണ വിവരശേഖരം വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു. ഇതുവരെ ലഭ്യമായ സർക്കാർ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്തരം കർഷക കൂട്ടായ്മകൾ ഒരാദായമെന്നതിനപ്പുറം സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ആനന്ദവും ആത്മവിശ്വാസവും കർഷകർക്ക് നൽകുന്നു, പ്രത്യേകിച്ചും വനിതകൾക്ക്. ഒഴിവു സമയങ്ങൾ മികച്ച രീതിയിൽ വിനിയോഗിക്കാൻ ഇത്തരം കൃഷികൾ വനിതകളെ സഹായിക്കുന്നു.
ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 4 ഇരട്ടി പച്ചക്കറികളെങ്കിലും നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ എന്ന നമ്മുടെ സ്വപ്നം കാർഷിക വികസന ഫയലുകൾക്കിടയിൽ കിടന്ന് ചിതലരിക്കും. ആരോഗ്യമുള്ള ഒരു ജനതയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥയുണ്ടാവണം. അതിന് പോഷകാഹാരം ഒരു പ്രധാന ഘടകമാണ്. വിഷമയമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണം നമ്മുടെ അവകാശമാണ്. കൃഷി മലയാളിയുടെ ജീവിതചര്യയാണ്, നമ്മുടെ സംസ്കാരമാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ കാർഷിക വിജ്ഞാനമേള നാളെ ആരംഭിക്കും. ക്ഷീര കർഷകർക്ക് സൗജന്യ നിരക്കിൽ ചാഫ് കട്ടറുകൾ. കാർഷിക മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചു. കാർഷിക വാർത്തകൾ വിശദമായി. കേരള കാർഷിക സർവകലാശാല കേന്ദ്ര കൃഷി സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ വെള്ളാനിക്കരയിൽ സംഘടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ കാർഷിക വിജ്ഞാനമേള നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. വൈകിട്ട് 7:30 കൃഷിവകുപ്പ് മന്ത്രി KP മോഹനന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മേള ഉദ്ഘാടനം ചെയ്യും. മേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും കാർഷിക സെമിനാറുകൾ ഉണ്ടായിരിക്കും. കാർഷിക യന്ത്രവൽക്കരണം, കുടുംബകൃഷി, ജൈവ സാങ്കേതിക വിദ്യ, ഹൈടെക് കൃഷി തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചാണ് സെമിനാറുകൾ. മാർച്ച് 6-ന് കാർഷികമേള സമാപിക്കും. കേരളത്തിലെ 500ഓളം ക്ഷീര കർഷകർക്ക് പുല്ലുമുറിക്കൽ യന്ത്രമായ ചാഫ് കട്ടർ യന്ത്രം നൽകുവാൻ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് പദ്ധതി തയ്യാറാക്കി. 3750 രൂപ സബ്സിഡി നൽകുന്ന ചാഫ് കട്ടറുകൾക്ക് 3050 രൂപ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കണം. ഇതുകൂടാതെ സൈലേജ് നിർമ്മാണത്തിന് 75,000 രൂപയുടെ സബ്സിഡിയും അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടുക. കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അധിഷ്ഠിതമായ ഒരു കാർഷിക മ്യൂസിയം തിരുവനന്തപുരത്ത് തയ്യാറായി. കൃഷിവകുപ്പിന്റെ കീഴിൽ ആനയറയിൽ പ്രവർത്തിക്കുന്ന സമേതി കെട്ടിടത്തിൽ കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ കാർഷിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഒരു പരിച്ഛേദം മ്യൂസിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാചീന കൃഷി സമ്പ്രദായങ്ങളിൽ നിന്നും പടിപടിയായി വികാസം പ്രാപിച്ച കൃഷിരീതികളെക്കുറിച്ച്, കാർഷിക സംസ്കാരത്തെക്കുറിച്ച് പ്രദർശന വസ്തുക്കളിലൂടെ കണ്ടറിയാൻ കഴിയും. ചിത്രങ്ങളിലൂടെയും പ്രകാശ വിന്യാസത്തിലൂടെയും മ്യൂസിയത്തിൽ പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും ഇന്ററാക്റ്റീവ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിലും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കാർഷിക സംസ്കൃതി പുത്തൻ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കാർഷിക മ്യൂസിയത്തിന്റെ സാധ്യതകൾ കാർഷിക വികസന പരിശീലന ഗവേഷണ പദ്ധതികളിൽ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യവുമുണ്ട്. കേരളത്തിൽ പണ്ടുപയോഗിച്ചിരുന്ന ഒട്ടനവധി കാർഷിക ഉപകരണങ്ങൾ മ്യൂസിയത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ലഭ്യമല്ലാതായ പഴയ കാർഷിക ഉപകരണങ്ങളെയും പഴയ കൃഷിരീതികളെയും ചിത്രങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു. നിരവധി നെൽവിത്തനങ്ങളും മ്യൂസിയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കർഷകർക്ക് മാത്രമല്ല, കൃഷിയെക്കുറിച്ച് പഠിക്കുന്നവർക്കും കാർഷിക മ്യൂസിയം ഏറെ പ്രയോജനകരമായിരിക്കും. കൊല്ലം ജില്ലയിൽ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ബയോഗ്യാസ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗാർഹിക ബയോഗ്യാസ് യൂണിറ്റുകൾക്ക് 8000 രൂപയുടെ സബ്സിഡി ലഭിക്കും. ജില്ലയിലെ 72 കൃഷിഭവനുകളിലും ബയോഗ്യാസ് പദ്ധതിക്ക് അപേക്ഷിക്കാം. മരച്ചീനി തോട്ടങ്ങളിലെ കള നിയന്ത്രണത്തിന് യോജിച്ച പവർ വീഡറിന് കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രവും തമിഴ്നാട് കാർഷിക സർവകലാശാലയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും ചേർന്ന് രൂപം നൽകി. 1/2 ഹോഴ്സ് പവർ എഞ്ചിനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1 മണിക്കൂറിൽ 0.55 ലിറ്റർ ഡീസൽ മതിയാകും. 18,000 രൂപയാണ് വീഡറിന്റെ വില. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0471259063.
മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഞ്ഞൾ സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞതും സമയം അധികം വേണ്ടാത്തതുമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. മഞ്ഞളിന്റെ നിറവും ഗുണവും നഷ്ടപ്പെടാതെ സംസ്കരിക്കാൻ ഈ രീതി സഹായിക്കും. വെയിലത്തുണക്കുന്ന പരമ്പരാഗത രീതി തൊഴിലാളികളുടെ ആവശ്യകത കൂടുതൽ വേണ്ടതും സമയദൈർഘ്യം ഏറിയതുമാണ്. മാത്രമല്ല, വെയിലേറ്റ് മഞ്ഞളിന്റെ നിറം കുറയാനും ഇടയുണ്ട്. കൂടുതൽ വിവരങ്ങൾ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0821251434. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 14,600 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,400 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,100 രൂപ, കൊപ്ര ക്വിൻ്റലിന് 8,600 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 52,600 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 330 രൂപ, ജാതിക്ക തൊണ്ടില്ലാത്ത കിലോയ്ക്ക് 620 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചി. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 52,600 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 50,600 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 50,000 രൂപ, വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 51,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 8,900 രൂപ, തളിപ്പറമ്പ് 8,500 രൂപ, കാസർഗോഡ് 8,200 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ ക്വിൻ്റലിന് 13,000 രൂപ, കോട്ടയം 12,700 രൂപ, ആലപ്പുഴ 12,200 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.6, 25.5. കൊച്ചി 34.8, 23.2. ആലപ്പുഴ 33.3, 24.8. പുനലൂർ 36.5, 19. തിരുവനന്തപുരം 35.1, 22.3 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.